ഗുരുവായൂർ ദേവസ്വത്തിൽ കോടികളുടെ ക്രമക്കേടെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. സ്വർണവും ആനക്കൊമ്പ് മുതൽ മഞ്ചാടിക്കുരു വരെ നഷ്ടമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2019 മുതൽ 2021 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. കിലോ കണക്കിന് ആനക്കൊമ്പ് എവിടെയെന്നതിന് രേഖകളില്ല. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നതിന്റെ വിശദാംശങ്ങൾ? ആനക്കൊമ്പ് മുതൽ മഞ്ചാടിക്കുരു വരെ അടുത്തിടെ പുറത്തുള്ള കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ക്ഷേത്രസമ്പത്തിന്റെ പലവിധമായ ചർച്ചകളുണ്ട്. ഇതിൽ ഏറ്റവും സമാനതകളില്ലാത്ത കൊള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നതെന്ന് പറയാം. 2019, 2020, 2021 വരെയുള്ള കാലം അത് റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ വ്യാപക ക്രമക്കേടുകൾ നടന്നു എന്നൊരു വസ്തുതകൾക്കാണ് ഇവർ ചൂണ്ടുന്നത്. 2019 3 തവണയാണ് പുന്നത്തൂർ കോട്ടയിൽ ആനക്കൊമ്പ് മുറിച്ചെടുത്ത് പണം ചെലവാക്കിയത്. എന്നാൽ ഇങ്ങനെ മുറിച്ചെടുത്ത ആനക്കൊമ്പിന്റെ അളവ് നോക്കുമ്പോൾ ഇന്നും സ്റ്റോക്ക് രജിസ്റ്റർ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇവിടെ മഹസരും ഈ മുറിച്ച കൊമ്പുകൾ വനംവകുപ്പിന് കൈമാറിയതിനുള്ള രേഖകളും കണ്ടെടുത്തില്ല. അതുപോലെ തന്നെയാണ് 2018 മുതൽ 19 വരെയുള്ള കാലയളവിൽ 6 തവണയായി മുറിച്ച 122.86 കിലോഗ്രാം ആനക്കൊമ്പ് വനംവകുപ്പിന് കൈമാറിയതിനും രേഖകളില്ല. ഈ പൂജകൾക്ക് ഉപയോഗിക്കുന്ന സ്വർണം, വെള്ളി ഉരുപ്പടികളിലും വലിയ മറിമായം തന്നെ നടന്നിരിക്കുന്നു. പൂജക്കെടുത്ത ഭഗവാന്റെ സ്വർണ്ണക്കുടം പിടിച്ചു വെച്ചപ്പോൾ അത് വീട് കൈമാറി. ഒരു വെള്ളിക്കുടത്തിന്റെ ഭാരത്തിൽ കുറവ് എന്നത് 10 മാസത്തിന്റെ കുറവുണ്ടെന്ന് 1.15 കിലോയുടെ കുറവാണ്. അതുപോലെ ഭഗവാന് ഭക്തർ സമർപ്പിച്ച 17 ചാക്ക്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.